വെൽക്കം ബാക്ക് മൈ ചാനൽ എംസഡ് വ്ലോഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു അറബിക് ഡിഷാണ്. യമ്മിയാണ് അത്, പിന്നെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതിനായിട്ട് മുമ്പ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചോട്ടിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾക്ക് ആദ്യമായി മെയിനായിട്ട് വേണ്ട സേമി. അത് 2 പാക്കറ്റ് വേണം. ഇതേ സേമി തന്നെ വേണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ചീസും ബട്ടറും, പിന്നെ കാഷ്യൂ നട്ട്സ്, പിന്നെ കോൺഫ്ലവറും വേണം, പിന്നെ പാൽപ്പൊടി, പിന്നെ പാല്, പിന്നെ നിങ്ങളുടെ ഷുഗർ, പഞ്ചസാര. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക. ഒരു പാനിലോട്ട് 2 ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് പാല് ഒഴിച്ച് കൊടുക്കണം. 1 ഗ്ലാസ് പാല് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാൽപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാണ്ട് ആവശ്യത്തിന് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞ ശേഷം പഞ്ചസാര, ഞങ്ങളുടെ പഞ്ചസാര, ഷുഗർ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കോൺഫ്ലവർ ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾക്ക് ഗ്യാസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്ററിലൊന്നും മിക്സ് ചെയ്യേണ്ട, സ്പൂണോട് തന്നെ ഇതാക്കിയാൽ മതി. ഗ്യാസ് നമ്മൾ ഗ്യാസിൽ വെക്കാനുണ്ട്. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ നമുക്ക് കട്ട ആയി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ചെറുതായി ഒന്ന് ഇതിൻ്റെ തരിയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയ ശേഷം നമ്മൾക്ക് അത് ചെറിയ ജെല്ലി ഒരു ടൈറ്റായി വരുന്ന വരെ നമുക്ക് ഗ്യാസിൽ വെക്കാണ്ട്. ഗ്യാസിൽ വെച്ചാൽ പിന്നെ കൈ വീഴാതെ ഇളക്കണം. ഇതൊന്ന് തരി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾക്കിത് തരി പോകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം വെക്കണം. അത് ഒന്ന് ടൈറ്റായി വരണം, ഒരു കുറുക്ക് ലൈക്ക് നമുക്ക് വരണം. അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം.
ഗായ്സ് ഇപ്പോൾ നമുക്ക് ടൈറ്റായി വന്നിട്ടുണ്ട്, നമ്മൾ കുറുക്ക് ലൈക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായി 2 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. പിന്നെ 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് അവിടെ കട്ടി പിടിച്ചിരിക്കും അവിടെ. അപ്പോൾ ഗായ്സ് നമ്മൾക്കൊരു പാനിലോട്ട് നമ്മുടെ സേമി ഇട്ട് കൊടുക്കാം. സേമി 2 പാക്കറ്റ് വേണം. ഇതേ സേമി തന്നെ, നേർത്ത സേമി തന്നെ 2 പാക്കറ്റ് സേമി. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഗായ്സ് നമ്മൾക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ അതിൻ്റെ ഫ്ലേവർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചിലർക്ക് ബട്ടർ ഇഷ്ടമല്ല, ചിലർക്ക് ബട്ടർ കൂടുതൽ ഇഷ്ടമാണ്. കൂടുതൽ ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച മറ്റേ മിക്സർ അത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതില്ല, അതിലേക്ക് ഏതെങ്കിലും ഒരു തെരി കട്ട ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയാണ്. അത് നല്ല രീതിയിൽ മിക്സായി വന്ന അവർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഏതെങ്കിലും തെരി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ചീസും ഇട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾക്കത് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് സൈഡൊക്കെ പിന്നെ ബാക്കി ഉണ്ടാവും, നമ്മൾ അത് മിക്സാക്കി എടുത്തിൻ്റെ ബാക്കി ഉണ്ടാവും. അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾക്ക് കുറച്ച് ആയിട്ട് നമ്മൾക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സർ അതിന് മുകളിലായി ഇട്ട് കൊടുക്കണം. അതിന് നമ്മൾക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഫസ്റ്റ് നമ്മൾക്ക് ഇത് അതിന് മീതെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് അതിന് മുകളിലായി ഞങ്ങൾ ബാക്കി ആക്കി വെച്ച മറ്റേ സേമിയൻ്റെ മിക്സർ ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കണം. അത് കുറച്ച് ബാക്കിയാക്കണം. അത് ഇതിൻ്റെ 2 ലെയറായിട്ടാണ് നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 2-3 ലെയറായിട്ടാണ് നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ എല്ലാ എഡ്ജിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറോളം വെച്ച് കൊടുക്കണം. അതും ചെറിയ ഫ്ലെയിമിലായിരിക്കണം. ഫുൾ ഫ്ലെയിമിൽ ഇട്ടാൽ നമുക്ക് അതിൻ്റെ അടി കരിഞ്ഞായിരിക്കും കിട്ടുക, നേരായി കിട്ടില്ല, കരിഞ്ഞായി കിട്ടുക. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡ് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട്, ഫ്രൈ പാനിലോട്ടോ ഇട്ട് അത് നമുക്ക് വേപ്പിച്ച് എടുക്കാം. അതും 1/2 മണിക്കൂറായിരിക്കണം. അതിനുശേഷം നമ്മൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു
പാനിൽ വെള്ളമെടുത്ത് ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിലേക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടത് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. അത് ഒരു 5-10 മിനിറ്റ് മതി. നമ്മൾക്കത് ഗമ്മ് രൂപത്തിലാവുന്ന വരെ നമ്മൾക്ക് ഈ ഗ്യാസ് അടുപ്പിൽ വെക്കണം. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് 2 സൈഡും റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ ഗൈസ് അതിൻ്റെ മുകളിലായി ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് അതിൻ്റെ മുകളിലായി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ഡെക്കറേഷൻ ഡിസൈനിങ് വേണ്ടി കാഷ്നട്ട് പൊടി അതിൻ്റെ മുകളിലായി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഗുനാഫ ഇവിടെ ഫുൾ സെറ്റായി വന്നിട്ടുണ്ട്, റെഡായി വന്നിട്ടുണ്ട്. നല്ല മൊഞ്ചുണ്ട്, നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾക്കിത് നമ്മളുടെ ഗുനാഫ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഗൈസ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടോ?
നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾക്കിത് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല രീതിയിൽ സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. ഇത് കഴിക്കുന്നതൊക്കെ നല്ല രസമുണ്ട് ഗായ്സ്. അറബിക് ഡിഷ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ട്രൈ ചെയ്ത് നോക്കണവേ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ, പിന്നെ കമൻറ്റും മറക്കല്ലേ.